പ്രിയ കൂട്ടുകാരെ, കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും അംശമായി കണക്കാക്കപ്പെടുന്ന ശ്രീ മുത്തപ്പൻ ഭൈരവനാമത്തിലും അറിയപ്പെടുന്നു. നമ്മുടെ ഇന്നത്തെ യാത്ര പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാനും എൻ്റെ ഭാര്യയും മകനും മകൻ്റെ ഭാര്യയുമായിരുന്നു യാത്രയിലുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾ ധനുഷ്കോടിക്ക് പോയപ്പോൾ മകളും കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ഈ യാത്രയിൽ മകളും കുട്ടികളും വന്നില്ല. കുട്ടികൾക്ക് എന്തോ സുഖമില്ലാത്തതുകൊണ്ടാണ് അവർ വരാതിരുന്നത്. ഞങ്ങളുടെ യാത്ര എറണാകുളത്തു നിന്നുമാണ് ആരംഭിച്ചത്. തൃശ്ശൂർ, കോഴിക്കോട് എല്ലാം പിന്നിട്ട് ഞങ്ങൾ കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു. ഹൈറേഞ്ചിൻ്റെ മലമടക്കുകളിൽ കൂടി മാത്രം ഡ്രൈവിംഗ് ചെയ്ത് ശീലമുള്ള എനിക്ക് നാഷണൽ ഹൈവേയിൽ കൂടിയുള്ള ഡ്രൈവിംഗ് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് നിന്നും പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. ഇവിടെ നിന്നും ഏകദേശം 6 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യുവാനുണ്ടെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ സമീപം എത്തിക്കഴിഞ്ഞു. നടപ്പാതയുടെ ഇരുവശങ്ങളിലും ധാരാളം കച്ചവട സ്ഥാപനങ്ങളും കച്ചവടക്കാരെയും നമുക്ക് കാണുവാൻ സാധിച്ചു. വഴിയിൽ ഇരുവശത്തും ധാരാളമായി കാണപ്പെടുന്ന കച്ചവട സ്ഥാപനങ്ങൾ വളരെയേറെ കൗതുകമുണർത്തുന്നവയാണ്. കേരളത്തിൻ്റെ നാനാ ജില്ലകളിൽ നിന്നും, ഞാൻ എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ നാനാ ജില്ലകളിൽ നിന്നും ധാരാളം ആളുകൾ നിത്യേന പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്നു എന്നുള്ളതാണ്. നമ്മൾ ശ്രീ മുത്തപ്പൻ സന്നിധിയിൽ എത്തിച്ചേർന്നു. മുത്തപ്പൻ സന്നിധിയുടെ ഇരുഭാഗത്തും മുത്തപ്പൻ്റെ സന്തത സഹചാരികളായ 2 നായകളാണ് കാവൽ നിൽക്കുന്നത്. കൊച്ചുകുട്ടികൾക്കായുള്ള പ്രത്യേക അനുഗ്രഹം വാങ്ങുവാൻ അവിടെ ക്യൂ നിൽക്കുന്ന പിതാക്കന്മാരെയും ഞാൻ കണ്ടു. മുത്തപ്പൻ്റെ ദർശനം കിട്ടുവാനും അനുഗ്രഹം വാങ്ങുവാനുമായി ആയിരക്കണക്കിന് ആളുകളാണ് മടപ്പുരയ്ക്ക് ചുറ്റും അവിടെ ക്യൂ നിൽക്കുന്നത്. ഇത് മുത്തപ്പൻ്റെ സന്തത സഹചാരികളായ നായകളാണ്. നായകളെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വിശുദ്ധ മൃഗങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. നായകൾക്ക് മുന്നിൽ തൊഴുവാനും കാണിക്കയർപ്പിക്കുവാനും ഭക്തജനങ്ങൾ ക്ഷമയോടെ ക്യൂ നിൽക്കുന്നു. മടപ്പുരയ്ക്ക് ചുറ്റും ചെമ്പുകൊണ്ട് അലങ്കൃതമാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ കുടികൊള്ളുന്ന വാസസ്ഥലമാണ് മടപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്നത്. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന് സമീപത്തൂടി ഒഴുകുന്ന വളപട്ടണം പുഴയുടെ പാലത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് വളപട്ടണം പുഴയുടെ കുറുകെയുള്ള പാലം. ഈ പാലത്തിലൂടെ ധാരാളം വാഹനങ്ങളാണ് നിത്യേന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളപട്ടണം പുഴയുടെ കുറുകെയുള്ള ഈ പാലത്തിന് 1 കിലോമീറ്ററിലധികം നീളമുണ്ട്. ക്ഷേത്ര പരിസരത്തുള്ള ഈ പാലത്തിൽ നിന്നും ഉള്ള ക്ഷേത്രത്തിലേക്കുള്ള ദർശനം വളരെ മനോഹരമാണ്. മാത്രമല്ല ഈ പാലത്തിൻ്റെ മറുകര കമ്പിലൈൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
പറശ്ശിനിക്കടവിനെയും കമ്പിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൽ നിന്നുള്ള സായാഹ്ന കാഴ്ച അതിമനോഹരമാണ്. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.